നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 279 വോട്ടാണ് കിട്ടിയിരുന്നത്. ആ വോട്ട് ഞങ്ങൾ വർദ്ധിപ്പിച്ച് 448 വോട്ടാക്കി ഉയർത്തി. ഞങ്ങളുടെ വോട്ട് പോയി എന്നൊന്നും പറയാൻ സാധിക്കുന്നതല്ല. മുഴുവൻ വോട്ടും കോൺഗ്രസിൻ്റെ വോട്ടാണ്. കോൺഗ്രസ് ജയിച്ച വാർഡിൽ SDP-യെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും തുടർന്നുള്ള അസംബ്ലി തിരഞ്ഞെടുപ്പിലും ഈ ന്യൂനപക്ഷ വർഗീയ വിഭാഗം ഭീകരവാദം കോൺഗ്രസും ലീഗും ഉൾച്ചേർത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് ഉപയോഗിക്കുന്ന നില ഉണ്ട് എന്ന് അതിൻ്റെ സൂചനയാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് വെച്ച് കണക്ക് വെച്ച് കൂട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് ധരിക്കേണ്ടിയില്ല. നിങ്ങളുടെ തന്നെ കുളം തോണ്ടുന്ന വർഗീയ കൂട്ടുകെട്ടായിട്ടാണ് ഇത് മാറാൻ പോകുന്നത്. ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒരു കൂട്ടുകെട്ട്. ഒരു ഭാഗത്ത് BJP-യുമായിട്ട് ചേരുന്നു, വേറൊരു ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ SDP-യും ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ചേരുന്നു. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഹം വാർഡും ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെ 2020 408 വോട്ട് കോൺഗ്രസ് നേടിയിരുന്നു. ഇപ്രാവശ്യം ആ വോട്ട് 277 വോട്ടായിട്ട് ചുരുങ്ങി. ഏതെങ്കിലും ഒരു വർഗീയവാദികൾ മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് BJP-ക്ക് വോട്ട് ചെയ്ത് കൊടുക്കുന്ന നിലയാണ് ഈ ശ്രീവരാഹം വാർഡിലും ഉണ്ടായത്. വോട്ട് 277 വോട്ടാക്കി ചുരുക്കി. കോൺഗ്രസിന് കുറഞ്ഞ വോട്ട് BJP-യുടെ വോട്ട് വർധനവായിട്ട് മാറി. ഇത് നേമത്തും അതുപോലെ തന്നെ തൃശ്ശൂരും. നേമം അസംബ്ലി നിയോജക മണ്ഡലത്തിലെ മുൻ രാജഗോപാലിൻ്റെ വിജയവും ഇപ്രാവശ്യത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരുള്ള സുരേഷ് ഗോപിയുടെ വിജയവും ഉറപ്പാക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു രൂപം തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP-ക്ക് അനുകൂലമായിട്ട് കോൺഗ്രസ് വോട്ട് മാറ്റുന്ന ചിത്രം ഇതിൻ്റെ ഭാഗമായിട്ട് കാണുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം 2020 തെരഞ്ഞെടുപ്പിൽ LDF പിടിച്ചെടുത്ത സീറ്റാണ് ഇത്. അതൊരു അട്ടിമറി വിജയം നടത്താൻ BJP-ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്തത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ ഈ പ്രതികൂല സാഹചര്യത്തിൽ BJP കോൺഗ്രസ് ഐക്യം രൂപപ്പെടുത്തിയിട്ടും 1358 വോട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് നേടാനായി എന്നുള്ളത് വളരെ വലിയ നേട്ടമാണ്. എല്ലാ അർത്ഥത്തിലും നല്ല വിജയമാണ് അവിടെ കരസ്ഥമാക്കാൻ സാധിച്ചത്. BJP കോൺഗ്രസ് കൂട്ടുകെട്ടിനെ തകർത്തുകൊണ്ട് LDF ആ സീറ്റ് നിലനിർത്തി. കരുനാഗപ്പള്ളിയാണ് വളരെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് നടന്ന 2 വാർഡുണ്ടായിരുന്നത്. അവിടെ പാർട്ടിയാകെ വലിയ രീതിയിൽ പ്രതിസന്ധിയാണ്, തകർച്ചയാണ് എന്നെല്ലാം നടന്ന പ്രചരണത്തിന് ചുട്ട മറുപടിയാണ് ഈ തിരഞ്ഞെടുപ്പിൽ നല്ല വോട്ട് വിഹിതത്തോടെ അവിടെ 2 സീറ്റും ജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കാസർഗോഡ് ജില്ലയിലെ 2 സീറ്റിൽ എതിരില്ലാതെ ജയിച്ച 2 സീറ്റ് കൂടി ചേർത്തുകൊണ്ട് വേണം ഈ 30 സീറ്റിനെ കാണാൻ. അതിൻ്റെ കണക്ക് നമ്മൾ എടുത്തിട്ടില്ല. എന്നാലും വോട്ട് വീതം LDF-ന് ഈ 28 സീറ്റിൻ്റെ മാത്രം കണക്ക് നോക്കുമ്പോൾ തന്നെ 44% വോട്ട് വീതം ലഭിച്ച സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. UDF-ന് 37%, BJP-ക്ക് 16%.
വോട്ട് വീതം എന്ന് കാണാൻ കഴിയും. ഒരു പരിച്ഛേദം പോലെ തിരഞ്ഞെടുപ്പിൻ്റെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിലാണ് ഞങ്ങളിതിനെ വിലയിരുത്തിയത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം കടൽ ഖനനവുമായി ബന്ധപ്പെട്ട് LDF സർക്കാർ തെറ്റായ നടപടി സ്വീകരിക്കുന്നു എന്ന വലതുപക്ഷ മാധ്യമങ്ങളുടെ പ്രചരണം എത്രത്തോളം അസംബന്ധമാണ് എന്ന കാര്യം പുറത്തു വന്നിട്ടുണ്ട്. വിവരങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. എങ്കിൽ പോലും പാർട്ടിയൊന്നും പ്രതികരിക്കുന്നില്ല എന്നെല്ലാമുള്ള വാർത്തകൾ ബോധപൂർവം തയ്യാറാക്കി നൽകുന്ന സാഹചര്യത്തിൽ ആ കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക.